നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നന്മയുടെ വസന്തകാലത്തിലേക്ക് ഒരു തീർത്ഥയാത്ര, കാഴ്ചകളുടെ മായാലോകത്തേക്ക് ഒരു വിനോദയാത്ര. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാഴ്ചകൾ അനുഭവങ്ങളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അതൊരു പാഠമാകും. കാഴ്ചകൾ കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് അതൊരു സമ്പത്താകും. കാഴ്ചകൾക്കപ്പുറത്തുള്ള കഥകളുടെ ലോകം, നർമ്മവും നന്മയും പുഷ്പിക്കുന്ന കാലം. കാട്ടിലെ കൂട്ടുകാർ. എക്സാം അടുത്ത് വരിക. അതെ അതെ, പരീക്ഷ കഴിഞ്ഞാ പിന്നെ കുറച്ചു കാലം കളിക്കാലോ. കുറച്ചു കാലം എന്നൊന്നും പറയണ്ട, കുറച്ച് ദിവസം എന്ന് പറഞ്ഞാ മതി. എത്രയായാലും കളിച്ചു നടക്കുമ്പോൾ ഒരു സുഖം. ഓ, അതങ്ങോട്ട് ഓർക്കപ്പെട്ടല്ലോ. ഓ, കുളിരുകൊള്ളു. ക്ലാസ്സിലായാലും കളി, അവധിയായാലും കളി. നമ്മൾ കളിച്ചു നടക്കേണ്ട പ്രായമാ. കോംബ്ലാൻ പോയി. പിന്നെ ഒരു കോംബ്ലാൻ പോയി. മോട്ടുവിനെ കണ്ടു പഠിക്കും. പിന്നെ അവളെ പോലെ ഫുൾ ടൈം വായന, എഴുത്ത്, എഴുത്ത്, വായന, പഠിത്തം. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യടാ, എന്നെയും. അതെ, നമ്മളിങ്ങനെ കളിച്ചു നടക്കും, അവള് ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. എനിക്ക് ഫസ്റ്റ് ഒന്നും ആവണ്ട, ഒന്ന് ജയിച്ചു കിട്ടിയാ മതി. ഇക്കണക്കിനാണെങ്കിൽ കഷ്ടിമുഷ്ടിയെ നമ്മൾ ജയിക്കൂ. അതെ, നമ്മൾ ജയിക്കും. പക്ഷേ അത് എത്ര കാലം ഉണ്ടാവും? ജയിക്കാനേ വേറെ വഴികളുണ്ടെന്ന്. അതെന്തു വഴി? നമ്മള് പരീക്ഷയ്ക്ക് ജയിക്കാൻ പഠിക്കണമെന്നൊന്നുമില്ല. അല്ലാതെ പിന്നെ വല്ലവിടെ നോക്കി എഴുതിയാ പോരെ. എന്നിട്ട് വേണം ആ ആന സാറിന്റെ കയ്യിൽ നിന്ന് പൊതിരെ കിട്ടാൻ. അതെ അതെ, എന്റെ ചെങ്ങാതിമാരെ, തന്ത്രം കുതന്ത്രം ഇതറിയാവുന്നവന് എവിടെയും രക്ഷപ്പെടാം. അതെ, പക്ഷേ ഒരു ദിവസം ഈ തന്ത്രവും കുതന്ത്രവും ഒന്നും ഉണ്ടാവില്ല. അത് നേരാ, പിടിച്ചാ പിടിച്ചതാ. പിന്നെ ആ മോട്ടുവിന്റെ ഒപ്പം എത്താൻ എന്താ ഒരു വഴി? അത് ആലോചിക്കേ. അത് വേണോ? നമുക്ക് അവളെ പോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി മിടുക്കരാകുന്നതല്ലേ നല്ലത്. പിന്നെയും ഒരു പഠനം. ആ സമയത്ത് മനസമാധാനമായിട്ട് ഉറങ്ങാം, കളിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ഹോബികൾ. ഓ, അത് ശരിയാ. നമ്മുടെ കളിക്കുന്ന സമയമാ പഠിക്കുന്നത് മൂലം വേസ്റ്റ് ആവുന്നത്. അതെ, നിങ്ങൾക്ക് തോന്നുന്നതാ. നമ്മള് കളിക്കുന്ന സമയത്ത് മോട്ട് പഠിക്കുന്നു, അറിവ് സമ്പാദിക്കുന്നു. നമ്മളോ? നമ്മള് കളിക്കുമ്പോ എവിടെയെങ്കിലും വീണ് കയ്യും കാലും മുറിഞ്ഞ് വേദനയെ സഹിച്ച് വീട്ടുകാർക്ക് ശല്യമായി തീരുന്നു. ഈ പീലി എന്ന് മുതലാ ഉപദേശിപ്പണി തുടങ്ങിയത്? എങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണ്ട. ചങ്ങാതിമാരെ, തെറ്റ് ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി തിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ആരെങ്കിലും പറഞ്ഞു തന്നാ അത് ഉപദേശമായിട്ട് നമ്മൾ കരുതുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിന്നിട്ട് ഞങ്ങൾ ഉപദേശിക്കുന്നു. ചങ്ങാതിമാരെ, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പോവാ. പിന്നെ വേഗം സ്ഥലം കഴിയാക്കും. പിന്നെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതാ ഒരു സന്മാർഗക്കാരി. അയ്യടാ. അതെ അതെ, ഉപദേശം അത് നമ്മളോട്. മോട്ടുവിന്റെ കൂടെ കൂടാനാ അവളുടെ ഒരു പ്ലാൻ. രണ്ടിനെയും ശരിയാക്കണം, എന്തെങ്കിലും കെണിയിൽ വീഴ്ത്തണം.
പരീക്ഷയിലെ ആ മോട്ടുവിനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് വാങ്ങണം. അത് എന്താ നിനക്കൊരു പരിങ്ങിക്കളി? ഏയ് ഈ ഒന്നുമില്ല. മാർക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ പഠിക്കണ്ടേ? പഠിക്കാനോ? നമ്മൾ കളിച്ചു നടക്കുന്നു, പക്ഷേ പരീക്ഷയിൽ നമ്മൾ നല്ല മാർക്ക് വാങ്ങുന്നു. അത് എങ്ങനെ? വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് എടുക്കാനോ? മണ്ട, കാത്തിരുന്ന് കാണാമെന്ന്. അങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്ത് പഠിച്ചാ വേഗം മനസ്സിലാക്കാൻ പറ്റും. ശരിയാ മോട്ടു, നമ്മള് പഠിക്കുന്ന കാര്യങ്ങള് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഡെയിലി പഠിക്ക്, നല്ല മാർക്ക് വാങ്ങാം. തീർച്ചയായും. അതിനു വേണ്ടിയല്ലേ ഞാൻ ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് കിട്ടും. എനിക്ക് ആ കപിലിന്റെയും ഗംഭീറിന്റെയും കാര്യം ഓർക്കുമ്പോഴാ. പീലി വിഷമിക്കാതെ. പീലി തെറ്റൊന്നും അവരോട് പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്നാലും ഞങ്ങൾ എത്ര നല്ല കൂട്ടുകാരായിരുന്നോ. അതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് കൃത്യമായിട്ട് ചെയ്യണം. അവരുടെ മുമ്പിൽ ഞാനൊരു ഉപദേശിയായി. നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലെ കരടായിരിക്കും. പീലി നന്നായിട്ട് പഠിക്കും. അവരുടെ മനസ്സ് മാറൂന്നേ. ഇല്ലെന്നേ, അവര് ഭയങ്കര ദേഷ്യത്തിലാ. നോക്കുമോട്ടു, എന്താ ആ കപിലും ഗംഭീർ ശരിയാണല്ലോ. അവരെങ്ങോട്ടായി പോകുന്നത്? കയ്യില് ബോളുണ്ട്, കളിക്കാനാണെന്നാ തോന്നുന്നേ. നമുക്ക് അവരൊന്ന് വിളിച്ചാലോ? കമ്പൈൻ സ്റ്റഡിക്ക്. ഗംഭീർ, ഗംഭീർ, കപിലേ, ഇങ്ങോട്ട് വാ. എന്താ വിളിച്ചത്? വാന്നേ, അല്പസമയം ഈ മോട്ടുവിന്റെ കൂടെ പഠിക്കാം. ഓ പിന്നെ, ഒരു പഠിത്തേ, ഞങ്ങൾ കളിക്കാൻ പോവാ. ഇവിടെ കളിക്കാൻ തന്നെ സമയമില്ല. അപ്പോഴവിടെ പഠിത്തം. കഷ്ടമുണ്ട്. ആരുമില്ലെന്നേ. അവര് പോട്ടെ, നമുക്ക് പഠിക്കാന്നേ. പഠിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം. വേണം മോട്ടു, ഞാൻ അതിനു വേണ്ടി എന്ത് വില കൊടുത്തും പഠിക്കും. വീടിക്ക്. പരീക്ഷാ പേപ്പർ കിട്ടുമല്ലോ. നിന്റെ ഒരൊറ്റ ആളുടെ വാക്ക് കേട്ടാ പഠിക്കാതെ കളിച്ചു നടന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നമ്മുടെ പ്ലാൻ പൊട്ടിയതല്ലേ. പഠിക്കാതെ കോപ്പി അടിക്കാൻ നോക്കിയതാ പ്രശ്നമായത്. നമ്മള് കോപ്പി അടിക്കാൻ തുണ്ടുകടലാസിൽ എഴുതിയതൊന്നും വരാത്തത് എന്റെ കുഴപ്പ. ഓ, സംഗതി ശരി തന്നെ. പക്ഷെ പരീക്ഷയ്ക്ക് മാർക്കില്ലാതെ വന്ന ആകെ പ്രശ്നമാവും. ബെല്ലടിച്ചു, വാ നമുക്ക് വേഗം പോകാം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. പരീക്ഷ എല്ലാവരും നന്നായി എഴുതിയോ? എഴുതി സാർ. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്ക് ഞാൻ കുറച്ച് സമ്മാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ സമ്മാനത്തിന് 2 പേർ അർഹരായിട്ടുണ്ട്. ആ, മോട്ടുമുയൽ. വെരി ഗുഡ് മോട്ടു. മോട്ടുവിന് 50-ൽ 49 മാർക്ക്. വെരി ഗുഡ്. ഗംഭീർ. എന്താ ഗംഭീർ, പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ലേ? പിന്നെ സാർ, ഷെയിം. വളരെ മോശം. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടത് പോലും ഗംഭീർ ചെയ്തില്ല. ഗംഭീറിന് 50-ൽ 15 മാർക്ക്. 15 മാർക്ക്. എനിക്ക് അതെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അടുത്തത് കപിൽ. കപിലിന്റെ മാർക്ക് അറിയാമോ? കപിൽ, ഇങ്ങോട്ട് നോക്കൂ. എന്താ കപിൽ, എന്താ ഇത്? പഠിക്കാൻ സമയം കിട്ടിയില്ലേ? സാർ, ഞാൻ അങ്ങനെ. പിന്നെ സാർ, കപിലിന് 50-ൽ 10 മാർക്ക്. ഇരിക്കൂ. 10 മാർക്ക്. പീലി. സാർ. ഞാൻ വളരെ സന്തോഷവാനാണ്. ഈ പീലിത്തത്തയുടെ പേപ്പർ നോക്കിയപ്പോൾ വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ പരീക്ഷയേക്കാൾ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു പീലി. പീലി നല്ല കുട്ടിയാ. നല്ല പോലെ അധ്വാനിച്ചു, അല്ലേ? അതെ സാർ. ഞാൻ ഈ മോട്ടുവിന്റെ വീട്ടിൽ പോയി
അവളോടൊപ്പമാ പഠിച്ചത്. അതെയോ? ആ, അതെ സാറേ. ഇത്രയും നാൾ ഞാൻ പഠിക്കാതെ കളിച്ചു നടന്നു. ഇപ്പോ ഈ മോട്ടു എന്നെ രക്ഷിച്ചു. അവളിലൂടെ ഞാൻ പഠിച്ചു. വളരെ നല്ലത് പീലി. മോൾക്ക് 50-ൽ 46 മാർക്ക്. ഇതാ. താങ്ക് യു സാർ. മിടുക്കി. ഇപ്പൊ സന്തോഷായില്ലേ? മക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും കൂട്ടുകാരുടെ മോശം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നവരോട് നമ്മൾ കൂട്ടുകൂടരുത്. അത് നമ്മൾ ഉദ്ദേശിച്ച ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ മോട്ടുവിന് ഒരു സമ്മാനം. ഇതാ. നന്നായി പഠിക്കണം. ഇനി പീലിക്ക് കഠിനാധ്വാനത്തിനും പ്രയത്നത്തിനുമുള്ള ഒരു പ്രത്യേക സമ്മാനം. ഇതാ. പീലി കൂടുതൽ മാർക്ക് വാങ്ങണം കേട്ടോ. മക്കളെ, ഈ സമ്മാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ്. അടുത്ത പ്രാവശ്യം അവരവരുടെ പ്രയത്നത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ സമ്മാനം സ്വന്തമാക്കണം. സാർ, ഞാൻ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങും, തീർച്ച. മതി, അത് മതി. തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മക്കളെ, മറ്റുള്ളവരുടെ നല്ല പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക. അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. കഥകൾ മാത്രമല്ല കാഴ്ചകളെ സമ്പന്നമാക്കുന്നത്, അതിലെ നിറങ്ങളും രൂപങ്ങളുമാണ്. നിറങ്ങളും രൂപങ്ങളും അർത്ഥവത്താകുമ്പോൾ നമുക്കതും ഒരു കഥാചിത്രമാകും. അതാണ് ആർട്ടിസ്റ്റ് ദേവസി സാർ നമുക്കായി ഒരുക്കുന്നത്. നമുക്ക് പോകാം അവിടേക്ക്. ചിത്രശാല. പ്രിയ കൊച്ചുകൂട്ടുകാർക്ക് ചിത്രശാലയിലേക്ക് സ്വാഗതം. തിമ്ന ദേശത്തേക്ക് പോകുന്ന സാംസന്റെ നേരെ അലറി വരുന്ന ഒരു സിംഹക്കുട്ടിയുടെ ചിത്രമാണ് ഇന്നിവിടെ വരയ്ക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. സാംസന്റെ വിവാഹം. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടു. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാനൊരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി. അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്തീനരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരുക. അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടുന്ന് ഫിലിസ്തീർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചു നാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു.
വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി. അവർക്കും കൊടുത്തു. അവരും ഭക്ഷിച്ചു. എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ 30 പേരെ വന്ന് അവന് തോഴരായി കൊടുത്തു. സാംസൺ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കടംകഥ പറയാം. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിന്റെ കടങ്കഥ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 3 ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. 4-ാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? സാംസന്റെ ഭാര്യ അവന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. പിന്നെ അത് നിന്നോട് പറയുമോ? വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു. അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി. അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു. 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി. സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ഉള്ളത് കൊണ്ടായിരുന്നു സിംഹത്തെ കീഴ്പ്പെടുത്താനായത്. ഇതുപോലെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഏത് ദുഷ്ടശക്തികളെയും നേരിടാനാകും. കാഴ്ചകളുടെ ഒരു അധ്യായം തീരുമ്പോൾ നിങ്ങൾക്കും പറയാൻ ഒത്തിരി കാണും. എങ്കിൽ ജീസസ് കിഡ്സിനോട് എഴുതുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ
വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തെ ഓർക്കാം. നമ്മൾ കണ്ടുമുട്ടിയ നിമിഷങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനാശംസകളോടെ ബൈ.